ഇത്തവണത്തെ ഇഞ്ചിക്കറി സ്പെഷ്യൽ ആക്കണം എന്നുള്ളവർ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് നോക്കിയോ. സൂപ്പർ ഇഞ്ചിക്കറിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. 250 ഗ്രാം ഇഞ്ചി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വറക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കുന്നു. ഇത് വറക്കുന്ന നേരം കൊണ്ട് തന്നെ വേറൊരു പാൻ അടുപ്പിൽ വെച്ച് 1 കപ്പ് ചിരകിയ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല ചുമക്ക വറുത്തെടുക്കണം. ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്ത ഇഞ്ചി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കാം. 2 പ്രാവശ്യമായിട്ടിട്ടാണ് ഇഞ്ചി വറുത്തെടുത്തത്. നല്ല ചുമക്ക വറുത്തെടുത്ത തേങ്ങയിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇഞ്ചി വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ട് നല്ല ചുമക്ക വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് ഒരു പകുതി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇത് മൂന്നും നല്ലപോലെ വറുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിഴിഞ്ഞ് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പം പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെ എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത തേങ്ങയും കൂടെ ഈ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കും 1 കപ്പ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിയോ ശർക്കര ഉരുക്കിയതോ ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ചേർക്കണം. ഇനി ഒരു 2 മിനിറ്റ് ഇളക്കി തിളപ്പിച്ചതിന് ശേഷം ഉപ്പും മധുരവും പുളിയൊക്കെ പാകത്തിനായോ എന്ന് നോക്കണം. ടേസ്റ്റ് എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലേക്കൊന്ന് താളിച്ചിടാം. ഇഞ്ചി വറുത്തെടുത്ത എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും വറ്റൽമുളകും കൂടെ മുറിച്ചിടാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പം 1 കഷ്ണം ഇഞ്ചി കൊത്തി എരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പകുതി മൂപ്പായാൽ മതി. ഇഞ്ചി മൂത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ടേസ്റ്റിനനുസരിച്ച് കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി റെഡിയായി. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ.